5 പതിറ്റാണ്ടുകളായി തെലുങ്ക് ഭാഷാ സിനിമാ ലോകത്ത് നിറസാന്നിധ്യമായി തെന്നിന്ത്യൻ മെഗാസ്റ്റാർ പദവി അലങ്കരിക്കുന്ന താരമാണ് ചിരഞ്ജീവി. 70കളുടെ ഒടുവിലാണ് അദ്ദേഹം തെലുങ്ക് സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. അന്നേ നായകനായിട്ടായിരുന്നു അരങ്ങേറ്റം. തുടർന്ന് ചിരഞ്ജീവിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഏറെ ആഘോഷിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പീക്ക് ടൈം കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദവും അവരെ തൃപ്തിപ്പെടുത്തുവാനുള്ള ബിഗ് ബഡ്ജറ്റ് മാസ് സിനിമകളുമുണ്ട്. എന്നാൽ ഇത്തരം സിനിമകൾ ഇപ്പോൾ പഴയ പോലെ വിജയിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം സ്ഥിരം ഫോർമുല ടൈംപ്ലേറ്റിൽ ഒരുക്കുന്ന മാസ് സിനിമകൾ കമ്മിറ്റ് ചെയ്യുവാൻ ചിരഞ്ജീവി താല്പര്യം കാണിക്കാത്തത്. സ്ഥിരം ഫോർമുലയിലുള്ള മാസ് സിനിമകൾ ചെയ്ത് അദ്ദേഹം മടുത്തു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തും തെലുങ്ക് സിനിമാ ലോകത്തെ നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ കോന വെങ്കിട്ട് സമീപകാലത്ത് ചെയ്ത സ്ഥിരം പാറ്റേൺ സിനിമകൾ ചിരഞ്ജീവിയെ മടുപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കോന വെങ്കിട്ട് പറയുന്നു. ഗലേട്ട തെലുങ്ക് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നാടകീയത നിറഞ്ഞ ഫ്ലാഷ് ബാക്കുകളും മാസ് ഹീറോ പരിവേഷത്തിനായുള്ള സ്ഥിരം ഘടകങ്ങളുമൊക്കെ ചിരഞ്ജീവിക്ക് മടുത്ത മട്ടാണ്. സാധാരണവും റിയലിസ്റ്റിക്കുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. എന്തുകൊണ്ടാണ് തനിക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാത്തതെന്നും എപ്പോഴാണ് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തനിക്ക് ലഭിക്കുകയെന്നും അങ്ങനെ ലഭിക്കാതെ താൻ ഇനി അഭിനയിക്കുന്നില്ല എന്നും സിനിമകൾ ചെയ്യാതെ തനിക്ക് ബോറടിച്ചു തുടങ്ങിയെന്നും അദ്ദേഹം മനസ്സ് തുറന്നുവെന്നും സ്ഥിരം പാറ്റേൺ വിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നും കോന വെങ്കിട്ട് പറയുന്നു. വരാൻ പോകുന്നത് എന്തെന്ന് പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ തന്റെ സർഗാത്മകതയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ ചിരഞ്ജീവി അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ലെന്ന് ഭയക്കുന്നുണ്ടെന്ന് കോന വെങ്കിട്ട് പറയുന്നു. അതിനൊരു ഉദാഹരണം എടുക്കാം. 1987 റിലീസ് ചെയ്ത ചിരഞ്ജീവി നായകനായ സ്വയം കൃഷി എന്ന സിനിമ എടുക്കാം. ആ സിനിമ ഫോക്കസ് ചെയ്തത് കഥാപാത്രങ്ങളുടെ ആഴത്തിലും കഥ പറച്ചിലിലുമൊക്കെയാണ്. പക്ഷെ ആ സിനിമ തിയേറ്ററുകളിൽ അമ്പേ പരാജയപ്പെടുകയായിരുന്നു. അതേസമയം തന്നെ ഇറങ്ങിയ ചിരഞ്ജീവിയുടെ പാട്ടും ഡാൻസും ഫൈറ്റും ഒക്കെയുള്ള സിനിമകൾ തിയേറ്ററിൽ വൻ വിജയങ്ങളാവുകയായിരുന്നു. ഇന്ന് ചെറിയ ബജറ്റിൽ ചിരഞ്ജീവി വെച്ച് സ്വയം കൃഷി പോലെ ഒരു സിനിമ ചെയ്താൽ അത് മൾട്ടിപ്ലക്സ് പ്രേക്ഷകരിലേക്ക് മാത്രമേ എത്തൂ. ഫൈറ്റും ആക്ഷൻ രംഗങ്ങളും പാട്ടുകളും ഐറ്റം ഡാൻസും ഒന്നുമില്ലാത്ത ഒരു ചിരഞ്ജീവി സിനിമ പ്രേക്ഷകർ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് താൻ ഭയപ്പെടുന്നുവെന്നും കോന വെങ്കിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. ശരിയാണ്, ഇത് എല്ലാ സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും അനുഭവിക്കുന്ന പ്രഷറാണ്. നല്ല കണ്ടന്റുകൾ കണ്ടെത്തി അതിൽ ആക്ഷനും ഐറ്റം ഡാൻസും പാട്ടുകളും ഫൈറ്റുകളും ഉൾപ്പെടുത്തി ചെയ്താൽ തീർച്ചയായിട്ടും ചിരഞ്ജീവിയെ പോലുള്ള മെഗാ സ്റ്റാറുകളുടെയും സൂപ്പർ സ്റ്റാറുകളുടെയും സിനിമകൾ ശ്രദ്ധിക്കപ്പെടും. അത് ഉറപ്പാണ്.